Supreme Court on December 16th sought the Karnataka government's response to a petition challenging the Karnataka High Court's decision that shouting Jai Shri Ram inside a mosque does not constitute an offence. ജയ് ശ്രീറാം എന്ന് പള്ളിക്കകത്ത് കയറി ചെന്ന് വിളിച്ചാൽ അതൊരു ഒഫൻസ് അല്ല, ഒരു പ്രശ്നമല്ല കേട്ടോ. പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർണാടകയില 2 കീടങ്ങൾ കയറി ചെന്നിട്ട് ജയ് ശ്രീറാം വിളിച്ചിട്ട് അവരുടെ നിസ്കാരം തകർക്കാൻ ശ്രമിച്ചു. അത് CCTV ക്യാമറയിൽ ഫുട്ടേജ് കൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ കർണാടക ഹൈക്കോടതി പറയാണ് ഇതൊരു ഒഫൻസേ അല്ല, ജയ് ശ്രീറാം വിളിച്ചാൽ ഇപ്പൊ എന്താ പ്രശ്നമുള്ളത് എന്നുള്ളതാണ്. എങ്ങനെയുണ്ട്? ഇതേ സാധനം ഏതെങ്കിലും ഒരു മുസ്ലിം ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ മുന്നിൽ പോയിട്ട് ബോല തക്ബീർ അല്ലാഹു അക്ബർ എന്നൊക്കെ വിളിച്ചാൽ എന്താവും അവസ്ഥ? ഓനൊന്നും ജയിലില്ല, UAPA ആണ് അല്ലെ? നമുക്ക് ആ വാർത്ത ഒന്ന് പരിശോധിക്കണം. കാരണം ഹൈക്കോടതി പറഞ്ഞ അതേ നിലപാട് സുപ്രീം കോടതി എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ? സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാം. The case arises from an incident where 2 individuals allegedly trespassed into Badriya Juma Masjid, shouting the slogan Jai Shri Ram. ബദ്രിയ എന്ന ആ ജുമാ മസ്ജിദിലേക്കാണ് ഈ 2 കീടങ്ങൾ കയറി വന്നിട്ടുണ്ടായിരുന്നത്. എന്നതിന് ശേഷം ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്നിങ്ങനെ വിളിച്ച് ആ ഒരു വിളി കേൾക്കുമ്പോൾ അവർക്ക് പോലും ഭയമുള്ള രീതിയിലേക്ക് ആണ് ഇപ്പോ കാര്യങ്ങൾ അല്ലെ? ഓക്കെ, അത് മുഴുവൻ കേൾക്കാം. ഇതിന്റെ ന്യൂസ് കട്ടിങ് വേറെ ഉണ്ട്. The High Court, while cautioning the criminal proceedings, ruled that shouting Jai Shri Ram could not outrage religious feelings under Section 295A IPC, as there was no deliberate intent to insult religion. It also found no evidence to sustain charges under Sections 447, 505 or 503 IPC. The petitioner argued in the Supreme Court that the High Court quashed the FIR prematurely, impeding an ongoing investigation despite prima facie evidence of cognizable offences. The petitioner emphasized that the incident, which involved threats and occurred within mosque premises, warranted a full investigation. The Supreme Court, while not issuing a formal notice, asked the petitioner to serve a copy of the petition to the state and listed the matter for January 20. ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നത് ഒരു തരത്തിലുള്ള പ്രശ്നമുള്ളതല്ല, ഒരു മതത്തിന് ഒരു ബുദ്ധിമുട്ടിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇവരെ വെറുതെ വിടണം എന്നുള്ള കാര്യം ഹൈക്കോടതി പറഞ്ഞത് തന്നെ സുപ്രീം കോടതി ശരിവെക്കുന്നു. സുപ്രീം കോടതി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ തെളിവ് കൊണ്ടുവരും എന്നുള്ളതാണ്. ഇങ്ങനെ വിളിച്ചതിന് തെളിവ് വേണമല്ലോ. CCTV ക്യാമറ ഫുട്ടേജ് ഉണ്ട്. അതപ്പം തന്നെ അവിടുത്തെ അഭിഭാഷകൻ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കോടതി പറയാ നെക്സ്റ്റ് ദിവസത്തേക്ക് മാറ്റാം. സെപ്റ്റംബർ 25 നടന്ന കാര്യമാണ്. ഓക്കെ, അത് ഇവിടെയുള്ള ന്യൂസ് മാധ്യമങ്ങളിലൂടെ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഈ ചാനലുകളല്ല, കൂടുതൽ ഈ ഓൺലൈൻ മാധ്യമങ്ങളാണ്. അതിലെ വാർത്ത എങ്ങനെയാണ്? മുസ്ലിം പള്ളിക്കകത്ത് കയറി ജയ് ശ്രീറാം വിളിക്കുന്നത് എങ്ങനെ ക്രിമിനൽ കുറ്റമാകുമെന്ന് സുപ്രീം കോടതി. അല്ല, അടിപൊളി കോടതി. പള്ളിക്കകത്ത് ജയ് ശ്രീറാം വിളിച്ചെന്ന് ആരോപിച്ച് 2 പേർക്കെതിരായ നടപടികൾ റദ്ദാക്കിയ കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് ജസ്റ്റിസുമാരായ പങ്കജ് മിത്തലും സന്ദീപ് മേത്തയും അടങ്ങിയ ബെഞ്ചിന്റെ പരാമർശം. എന്റെ പൊന്നുമക്കളെ, എന്റെ പേര് എന്തിനാണ് ഇമാതിരി ആൾക്കാർ വിട്ടുകൊടുക്കുന്നത്? സന്ദീപ് മേത്ത അല്ല കേട്ടോ, സന്ദീപ് എടപ്പാൾ. സംഘികൾ അടിച്ചോടിച്ച നാടില് അഭിമാനം കൊണ്ട് വിടുന്ന പേര് സന്ദീപ് എടപ്പാൾ. ഇവിടെ മേത്ത, കൂത്ത, ചാത്ത, മാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ ചെയ്യാ? അവിടെ ഒരു പ്രത്യേക മതത്തിന്റെ പേരോ വാക്യമോ വിളിച്ചു. അതൊക്കെ എങ്ങനെയാണ് കുറ്റകരമാവുന്നത്? നല്ല അടിപൊളി ഡയലോഗാണ് അത് കേട്ടോ. പള്ളിക്കകത്ത് കയറിയിട്ടാണ് എന്റെ പൊന്ന് കോടതിയെ ജഡ്ജിമാരെ അവർ വിളിച്ചിട്ടുള്ളത്, അല്ലാതെ റോട്ടിലല്ല അല്ലെങ്കിൽ അവിടെ കക്കൂസിന്നല്ല വിളിച്ചിട്ടുള്ളത്. പള്ളിക്കകത്ത് കയറിയിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അവരുടെ നിസ്കരിക്കുന്ന സമയത്താണ് വിളിച്ചിട്ടുള്ളത്. അതൊക്കെ ശരിക്ക് നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ തെറ്റ് തന്നെയാണ്. UAPA ചുമത്തേണ്ട കേസ് തന്നെ. എന്നിട്ടാണ് അവരെ വെറുതെ വിട്ടൊരു ഡയലോഗ് അടി. ഹൈദർ അലി എന്നയാളാണ് ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. പള്ളിക്കുള്ളിൽ കയറി മുദ്രാവാക്യം വിളിച്ചതായി ആരോപിക്കപ്പെടുന്ന വ്യക്തികളെ എങ്ങനെ തിരിച്ചറിഞ്ഞുവെന്നും ബെഞ്ച് പരാതിക്കാരനോട് ചോദിച്ചു. നല്ല ചോദ്യം. അവിടെ കയ്യിൽ CCTV ക്യാമറ ഉണ്ട്, ഫുട്ടേജ് ഉണ്ട് കേട്ടോ. അതൊന്നും അവിടെ വാങ്ങിയിട്ടില്ല. ഓക്കെ, അവരെല്ലാം CCTVയിൽ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു. അകത്തേക്ക് വന്ന വ്യക്തികളെ ആരാണ് തിരിച്ചറിഞ്ഞത്? ഓക്കെ, അടിപൊളി. FIR കുറ്റകൃത്യങ്ങളുടെ വിജ്ഞാനകോശമല്ലെന്നും കോടതി പറഞ്ഞു. ഹർജി ജനുവരിയിൽ വീണ്ടും പരിഗണിക്കും. 2025 തട്ടിയിട്ടുണ്ട്. ഓക്കെ, CCTV ക്യാമറ ഫുട്ടേജ് ഉണ്ട്. അത് ആര് കണ്ടു എന്നാ പറഞ്ഞത്? അതൊന്നും ഒരു തെളിവായിട്ട് കോടതി എടുത്തിട്ടില്ല. ഹൈക്കോടതി തള്ളി, സുപ്രീം കോടതി തള്ളുന്നു. എന്താ ചെയ്യാ? 2024 സെപ്റ്റംബർ 24 സംഭവം നടന്നത്. അജ്ഞാതരായ ചിലർ പള്ളിയിൽ കയറി ജയ് ശ്രീറാം വിളിച്ചുവെന്നും ഭീഷണിപ്പെടുത്തിവെന്നുമാണ് കേസ്. വിത്ത് എവിഡൻസ്, ഫോട്ടോ, സൗണ്ട്, ആളുടെ വീഡിയോ ഒക്കെ ഉണ്ടായിട്ടും അജ്ഞാതര്. ഓക്കെ, അടിപൊളി. പുത്തൂര് കസബ പോലീസ് സ്റ്റേഷനിലാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. ആരെങ്കിലും ജയ് ശ്രീറാം വിളിച്ചാൽ
അത് ഏതെങ്കിലും മതവിഭാഗത്തിന്റെ മതവികാരത്തെ എങ്ങനെ വ്രണപ്പെടുത്തുന്നു എന്നാണ് കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി നിരീക്ഷിച്ചത്. FIR-ൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ തെളിയിക്കാൻ കഴിയാത്തതിനാൽ 2 പേരെ ഹൈക്കോടതി വെറുതെ വിടുകയും ചെയ്തു. ഓക്കെ, നിലവിലെ കേസ് ഒരു തരത്തിലും ക്രമസമാധാന നിലയെ ബാധിക്കില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഓക്കെ, ഏതെങ്കിലും ഒരു മുസൽമാനായിരുന്നു ഇത് നേരെ വിപരീതമാണ് നടന്നതെങ്കിൽ ആളിപ്പോ UAPA സെൻട്രൽ ജയിലിൽ കിടന്നിട്ട് അരിയുണ്ട അങ്ങനെ മിണുങ്ങണ്ട് എടുക്കവും അല്ലേ? അത്രേ ഉള്ളൂ. തെളിവുകൾ എന്തൊക്കെയാണ്? CCTV ക്യാമറ, ദൃക്സാക്ഷികൾ എല്ലാം കൊണ്ടുകൊടുത്തിട്ടും ഇതൊരു കേസേ അല്ല ഹൈക്കോടതിയും തള്ളിയതാ, സുപ്രീം കോടതിയും തള്ളാൻ പോകുന്നു. നല്ല അടിപൊളി. ആ വാർത്തയുടെ ഫുള്ളായിട്ടൊന്ന് കേൾപ്പിച്ചു തരാം. മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ മറ്റൊരാൾ മതമുദ്രാവാക്യം മുഴക്കുന്നത് IPC 153 പ്രകാരം കുറ്റകരമാണെന്ന് അഭിഭാഷകൻ കാമത്ത് ചൂണ്ടിക്കാട്ടി. എന്നാൽ കേസിലെ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച കോടതി വാദം അടുത്ത മാസത്തേക്ക് നീട്ടുക. എന്തിനാ അടുത്ത മാസം നീട്ടി? കറക്റ്റ് എവിഡൻസ് ഉണ്ടായിരുന്ന കയ്യിൽ. അപ്പൊ തന്നെ എന്റെ പരിപാടി തീർപ്പിക്കാന്നില്ലേ? തീർക്കൂല. സമാനമായ പ്രതികരണത്തോടെയാണ് ഹൈക്കോടതി പ്രതികൾക്കെതിരായ കേസ് റദ്ദാക്കിയത്. ആരെങ്കിലും ജയ് ശ്രീറാം എന്ന് വിളിച്ചാൽ അത് ഏതെങ്കിലും വിഭാഗത്തിന്റെ മതവികാരം വ്രണപ്പെടുത്തുമോ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ലെന്നാണ് ജസ്റ്റിസ് M നാഗപ്രസന്ന പറഞ്ഞത്. അടിപൊളി. ഇങ്ങനെയൊക്കെ തന്നെ വേണം നമ്മുടെ നാട്ടിലെ കോടതികളൊക്കെ പ്രവർത്തിക്കാൻ. നിയമവിരുദ്ധമായിട്ട് ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന ഇത്തരം കോടതിയിലെ ജഡ്ജിമാരെ നമ്മൾ എന്ത് വിളിക്കണം? സന്ദീപ് ഖന്ന എന്ന് പറയുന്ന ഒരു ജഡ്ജ്, അയാൾ റിട്ടയർഡ് ആവാൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോ ഈ 91 ആക്ട് നിലനിർത്തണം, അതിന്റെ കാര്യങ്ങൾ പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തി എന്നുള്ളത് സംഘികൾ തന്നെ സമ്മതിക്കുന്നു. നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട അവസ്ഥ. കാരണം അടുത്ത ബെഞ്ച് 4 ആഴ്ച കഴിഞ്ഞിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അവർക്ക് അനുകൂലമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു പേരെടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇപ്പൊ പല ജഡ്ജിമാരും മാറുന്നു. ഇവിടെ ജഡ്ജിമാരൊക്കെ മതത്തിന് വേണ്ടിയിട്ട്, ജാതിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നവരാണ് എന്ന് കേൾക്കുമ്പോൾ, എല്ലാ ജഡ്ജിമാരും അല്ലട്ടാ, ചില ജഡ്ജിമാർ നമുക്ക് സങ്കടം തോന്നുന്നുണ്ട് അല്ലെ? ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ചുക്കാൻ പിടിച്ചുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ എവിഡൻസ് വിഷയങ്ങളൊക്കെ കൊടുക്കുമ്പോഴും അവർ വളരെ സിമ്പിൾ ആയിട്ട് ഊരിപ്പോരുന്നു. കേരളത്തിലാണ് അങ്ങനെ ഒരു ജയ് ശ്രീറാം വിളി വന്നതെങ്കിൽ എനിക്ക് കേരളത്തിലുള്ള കോടതികളോടൊക്കെ വിശ്വാസമുണ്ട്. നിർബന്ധമായിട്ടും അങ്ങനെ വിളിച്ച ആളുകളൊക്കെ ജയിലിൽ കിടക്കും. പലപ്പോഴും വർഗീയ ലഹള ഉണ്ടാക്കാൻ, കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച പല ആളുകളെയും നമ്മുടെ പോലീസുകാർ പിടിക്കുകയും കൃത്യമായിട്ട് ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോടതികൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നാടാണ്. പക്ഷെ കേരളം വിട്ടു കഴിയുമ്പോൾ കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെയൊക്കെ ഈ ഒരു രീതിയിലാണ്. മുസ്ലിങ്ങളുടെ നേരെ എന്തുമായിക്കോളൂ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു സ്റ്റാൻഡ്. ആ ഒരു സ്റ്റാൻഡ് ഈ നാടിന്റെ നന്മയ്ക്ക് എതിരാണ്. ഈ നാട് നശിപ്പിക്കാൻ അത് വളരെയധികം കാരണമാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ നാട് കുട്ടിച്ചോറാക്കാൻ ഈ നാട്ടിലെ ചില ജഡ്ജിമാർ പോലും വിചാരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ മനസ്സിനൊരു സുഖക്കേടുന്നല്ലേ? അത്രേ ഉള്ളൂ. അപ്പോ ജയ് ശ്രീറാം വിളിച്ചാൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ബോലോ തക്ബീർ നിങ്ങളെങ്ങാനും വിളിച്ചാൽ കിടക്കും ഈ ജയിലിലൊക്കെ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ പ്ലേ ചെയ്യുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും. അതിലൊക്കെ സന്ദീപ് സൈനിങ് ഔട്ട്.